എന്താ കുഞ്ഞാപ്പൂജി ഇങ്ങനെ ചാടി കളിച്ചായിരുന്നു? അതെ, ഇന്ന് സന്തോഷ ദിവസാണ്. അതെന്താ? എന്നോട് അറിയാനേ, ഇന്നലെ മൂത്തമ്മ ഫോൺ വിളിച്ചിരുന്നു. ഞങ്ങള് ചെലപ്പോ എന്താണ് അങ്ങോട്ട് വരണ്ടിരുന്നു, ഞങ്ങളെ പെരേക്ക് വരണ്ടി. അത് കേട്ടപ്പോ എന്റെ അമ്മാന്റെ പല്ലുവേദന ഒന്നുകൂടി കൂടി. അതിനല്ലേ സന്തോഷം. അങ്ങനെ ഇക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഉമ്മാക്ക് പല്ലുവേദനയാണ്. ഓരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം. അതിന്റെ ഇടയിലേക്ക് സന്തോഷം ഉണ്ടാക്കിട്ടാ. കൊടുക്കുമ്പോ എനിക്ക് കിട്ടുമല്ലോ, അതൊക്കെ തിന്നാലോ. അങ്ങനെ ഓര് വന്നിട്ടാ. വന്ന പാട് മൂത്തമ്മ ഒരു പൂത്തി സാധനം കൊണ്ടിരുന്നു. എന്താണ്? മൂത്തമാരുടെ അവിടെ നാളെ പൂരണ്ട വേലയില്ലേ, പാപ്പിനെക്കാൾ വേല. അത് നാളെ എത്ര. അപ്പൊ ഒരു നൈക്കൂടെ വരുമ്പോ ഒരു ഈരാവി ഒക്കെ കൊണ്ടുനിന്നിട്ടാ. എന്നിട്ട് മൂത്തമ്മ എനിക്ക് തന്നു വലിയൊരു കറുത്ത, ഇത് ചോന്നിട്ടില്ലേ, കറുത്തത്തെ പോലത്തെ ചോന്നിട്ടൊരു ഈരാവി. തന്നെയാണ് കരീരാവിയൻ തിന്നിട്ടാ. അപ്പൊ ഇപ്പൊ ഭയങ്കര സന്തോഷായി. അപ്പൊ മൂത്തമ്മൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ തന്നെ പോവുകയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ പോണ്ട മൂത്തമ്മാന്ന്. ചോറൊക്കെ വെച്ചിട്ട് പോയാ പോലെ ഇതൊക്കെ കൊടുന്നതല്ലേ. അത് കേട്ടപ്പോ എന്റെ അമ്മ കണ്ണോണ്ടല്ലോ കാട്ടിലുണ്ടൊക്കെ. ഞാൻ എനിക്കറിയോ അമ്മക്ക് കായ് ചെലവാവൂലേ? കായ് ചെലവായില്ലെന്താ ഒരു ഈരാവി കൊണ്ടുവന്നില്ലല്ലേ? അതറിയില്ലല്ലോ. അങ്ങനെ ഇപ്പൊ അവര് പെരേല് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഉച്ചക്കൊക്കെ ഇനി ഒരു ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞിട്ടാ പോവുള്ളൂ. അപ്പൊ ഉമ്മ പറഞ്ഞോളൂ അപ്പൊ മീൻ എന്തെങ്കിലും മേടിച്ചോ, ഇനി മീൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ വരെ കടയിൽ പോയിട്ട് പച്ചക്കറി ഉണക്കലും മേടിച്ചോന്ന്. അപ്പൊ ഞാൻ പറയും ഇമ്മ എങ്ങനെ തന്നെ പിരാന്തുണ്ടാ, ഇവരൊക്കെ വന്നിട്ട് നമ്മള് പച്ചക്കറി ഉണക്കലും കൊടുക്കുക ചെയ്യാ, നമുക്കത് കോയിനെ വാങ്ങാണ്. ഞാൻ പറഞ്ഞതാണ്. മൂത്തമാനി സഫിയാത്തന്റെ മുന്നിൽ പറഞ്ഞപ്പോ ഇമ്മാനക്ക് ഒന്നും അവിടെ പറയാൻ പറ്റില്ലല്ലോ. ഇമ്മാനെ വളർത്തൊന്നും അവരെ നടക്കൂല. അങ്ങനെ ഇമ്മ കായ് തന്ന് കോയിനെ വാങ്ങാന് 150 ഉറുപ്പ്യന്ന് മേടിച്ചോ. എന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒറ്റ പിറ്റുമ്മ ഇവിടെ എന്താടാ കുറ്റം കെട്ടാനേച്ചി ആളെ തരം നോക്കാതെ സംസാരിക്കുന്നത്. എന്ത് ആളെ തരം നോക്കാനുള്ളതല്ലേ? അപ്പൊ ഞാൻ പോവാണ്, വാവാ നേരം പോകും. ഇന്നലെ ഞാനിത് ഇങ്ങനെ ഇതുവരെ നമുക്ക് പോവാണ്ട് എങ്ങനെ പോയിക്കോ. പോയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വരും. അപ്പൊ വരുമ്പോ കാണാം. കുഞ്ഞാപ്പോ ഞാൻ കൊറേ നേരം ഇവിടെ നിക്കണ, എന്താ കരഞ്ഞു വരുന്നേ? കരഞ്ഞു പോരല്ലേ വാവാ, എന്നോട് പറയാനേ ഞാന് അങ്ങോട്ട് പോയി ഇറച്ചി വാങ്ങാന്. അപ്പൊ എന്റെ തൊഴിലുറപ്പത്തെ എല്ലാരും കണ്ടു ഞാന്. അപ്പൊ എല്ലാരും പറഞ്ഞു 100 കഴിഞ്ഞ് പോയാല് എല്ലാരും മുട്ടായി കൊടുത്തത്രേ. എന്റെ 100 കഴിഞ്ഞിട്ടില്ല തൊഴിലുറപ്പിന്റെ. അപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടാ. അപ്പൊ നമ്മക്ക് നമ്മളെ അഭിമാനല്ലേ വലുത്. ഞാന് എല്ലാവർക്കും ഐസ് അടിച്ചു കൊടുത്ത്. എല്ലാവർക്കും ഞാന് 10 ഐസ് അടിച്ചു കൊടുത്തിട്ടാ. പിന്നെ ഇത് കായില്ല, ആകെ 50 ഉറുപ്പിയോളൂ. ആ കോഴിക്കടക്ക് എന്നപ്പോ അയാൾ ചീത്ത അറിഞ്ഞി 50 ഉറുപ്പിക്കൊന്നും കോഴി കിട്ടൂല എന്നിട്ട്. എന്ത് പണിയത് വിരുന്നേരോട് മൂത്തമ്മൊക്കെ വന്നതല്ല. സന്തോഷത്തിന് എല്ലാവർക്കും ഐസ് അടിച്ചു കൊടുത്തല്ലേ. ഇപ്പൊ എന്താ ചെയ്യാ? കോഴി വാങ്ങിയിട്ടുള്ള സന്തോഷം പോരെ കുഞ്ഞാപ്പോ. അത് അല്ല, ഞാൻ വിചാരിച്ചത് 10 ഐസ് 10 ഉറുപ്പ്യ തന്നെയോ. അങ്ങനെ 10 മേടിച്ച്. അപ്പൊ പിന്നെ 50 ഉറുപ്പ്യക്ക് ഇന്ന് കോഴി വാങ്ങാലോന്ന് വിചാരിച്ച്. അപ്പൊ ഓരേറെ എന്നോട് കോഴി 50 ഉറുപ്പ്യക്കൊന്നും കിട്ടൂല, 50 ഉറുപ്പ്യക്ക് കിട്ടിയെങ്കിൽ നെൽപ്പാമ്പിക്ക് പോയിക്കോ, അവിടെ ഇങ്ങനെ വെട്ടിയ ഐസ് കിട്ടൂന്ന്. നെൽപ്പാമ്പിക്ക് ഇവിടെ ഇനി 10 ഉറുപ്പ്യ കൊടുക്കണ്ടേ, അവിടുന്ന് 10 ഉറുപ്പ്യ കൊടുക്കണ്ടേ. പിന്നെ ഇതാകെ 50 ഉറുപ്പ്യല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാ, ഇമ്മാനോടെ എങ്ങനെ സോപ്പിട്ടിട്ടെ ആ പൈസ പോയില്ലേ, ആ പൈസ വാങ്ങട്ടെ. സ്വകാര്യത്തി പറഞ്ഞ അമ്മ തരൂല. ഓരോ ഇടുന്ന ഞാനത് ഉറക്കനെ പറയും. അതൊരു ഐഡിയാണ്. കായ് മറന്നു വെച്ചിട്ട് എവിടെ പോയിന്ന് അറിയില്ല. അമ്മ കായിന് തന്നാളിയും കോഴി അങ്ങനെയുള്ള കായിന് തന്നാളി അറിയുമ്പോ നമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് കായ് തരും. മൂത്തമ്മക്ക് പോവൊന്നുമില്ല. അമ്മ പത്തിരി ഉണ്ടാക്കണ്ട്, പത്തിരി ഉണ്ടാക്കല്ലോ. അപ്പൊ ഒരു കാത്തുകൊന്ന് ഞാൻ വേഗം പോട്ടെ. അല്ല ഇന്നലെ പോക്കോയതാലോ.
എന്താ ഇപ്പൊ ഇന്നലെ കോയിന്റെ കാര്യമൊക്കെ? എന്നോട് പറയാനേ പോയില്ലേ. എന്നിട്ട് ഞാന് വല്ല ഐഡിയ എടുത്ത് ഞാൻ വളരെ ഇമ്മ ഈ കായ് തയ്യൂല, കോയിക്ക് ഒരു 100 ഉറുപ്പിക കൂടി വേണോന്ന് പറഞ്ഞു. പൈസ പോയതാ പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഉമ്മാക്ക് ഓരോ മുന്നിൽ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഉമ്മ പറയും അതിനെന്താണ് കുഞ്ഞാപ്പോ ഇജ്ജ് കൊണ്ടേ എന്നാന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ റൂമിക്ക് വിളിച്ചിട്ടാ. എന്നിട്ട് ഉമ്മന്റെ പടക്ക് പിച്ച് അങ്ങോട്ടാ 150 ഉറുപ്പിക്ക് മേടിച്ചാ പോരാ എനിക്ക്, തോന മേടിക്കാൻ ഇവിടെ ഉണ്ടാ. എന്നിട്ട് ഉമ്മ ഒരു പിച്ചില്ല. എന്നിട്ട് ഉമ്മ അപ്പൊ ഞാൻ ഓടിട്ടോ ഓരോരുത്തേക്ക്. അപ്പൊ ഉമ്മ എന്നാടാ പൈസ. എന്നിട്ട് ഉമ്മ 100 ഉറുപ്പിക തന്ന് മോനെ. എന്നിട്ട് എന്താണ് ചേച്ചിയൊക്കെ പറഞ്ഞു ഞങ്ങൾ നിന്ന് പോവുകയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നു പോകണ്ട, എന്തായാലും ഏതായാലും വന്നില്ല നിങ്ങൾക്കൊക്കെ നാളെ പോവാറുണ്ട്. അപ്പൊ ഇമ്മ വളർത്തിയുള്ള അതന്നെയാണ് കുഞ്ഞാപ്പ് പറഞ്ഞ കേക്കിങ്ങള് നാളെ പോവാന്ന് പറഞ്ഞിട്ട് ഒരവിടെ നിന്ന് എന്നോട് പറയാൻ നിന്നുള്ളൂ. ഇന്നാളത്തെ മാതിരി മൂത്തമ്മ മാറ്റി വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇന്നാളത്തെ മാറ്റി ഉറങ്ങിയില്ലല്ലേ. ഇപ്പൊ എവിടുക്കോ കുഞ്ഞാപ്പ് പോണത്? ഇപ്പൊ പോവല്ല, ഞാൻ ഓരോ കൊണ്ടാക്കി വരിക ഓരോ ബസ്സിനാക്കി കൊടുത്ത് ഞാൻ പോന്ന്. കൊറേ കുറഞ്ഞ ഉറങ്ങാണ്ട്. എന്നാ ബാവാ ഞാന് കുറക്കം വന്നിട്ട് വയ്യ, ഞാൻ ഉറങ്ങട്ടെ. അതിന്റെ ഇടയിൽ ഇമ്മ ഒന്ന് ആശാത്തടക്ക് പോയാ മതി, എന്നെ അടിക്കും. കുഞ്ഞാപ്പ് പോയിക്കോ. അമ്മ പോയിട്ടുണ്ടാവും, ഞാൻ ഉറങ്ങട്ടെ.